ഏതൊരു വിഷയവും ആദ്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വിഷയത്തിനകത്ത്, വിഷയം ഏതുമാകട്ടെ, അക്കൗണ്ടൻസി ആകട്ടെ, ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, വിഷയം അത് ഏതുമാകാം, ഒരു വിഷയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വിഷയത്തിനകത്ത് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അതായത് ആത്മാർത്ഥമായിട്ട് ഒരു വിഷയത്തെ നിങ്ങൾ സമീപിക്കുകയാണ് എങ്കിൽ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലായിരിക്കും. Now you are in the right platform. It's me, Deepak from Kannur. Let's get started with today's topic, accounting for partnership firm fundamentals എന്നുള്ളതാണ്. നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും 12ാം ക്ലാസ്സിന്റെ 2ാമത്തെ അധ്യായം തൊട്ട് ഇനി വരാൻ പോകുന്ന അധ്യായങ്ങൾ, അതായത് ആദ്യ വോളിയത്തിലെ ഇനി വരാൻ പോകുന്ന 4 അധ്യായങ്ങളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഫേംസിനെ കുറിച്ചാണ്. അതായത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം ഫണ്ടമെന്റൽസ് എന്നുള്ള ആദ്യത്തെ ചാപ്റ്റർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന അടുത്ത ചാപ്റ്ററും, അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് അഡ്മിഷൻ, അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഓർ ഡെത്ത്, അവസാന ചാപ്റ്റർ ആയിട്ട് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള ചാപ്റ്ററുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്ററിൽ 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യ ഭാഗത്തിൽ ഇൻട്രൊഡക്ഷൻ, രണ്ടാമതായിട്ട് ഡെഫിനിഷൻ, മൂന്നാമത്തുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, 4ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്. സോ ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പ്രതിപാദിക്കുന്ന പോയിന്റ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. 11ാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണ് എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം എന്നുള്ളത്. അതായത് ഒരാൾ ഏറ്റെടുത്ത് നടത്തുന്ന ബിസിനസിനെ സിംഗിൾ മാൻ ഓണർഷിപ്പ് ബിസിനസ് ഈസ് കോൾഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളതാണ്. നമുക്കതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ പെട്ടെന്ന്. ഒന്നാമത്തത് വൺസ് മാൻ ക്യാപിറ്റലാണ്. വൺ മാൻസ് ക്യാപിറ്റൽ ആണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് സിംഗിൾ മാൻ ഓണർഷിപ്പ് ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരാൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്യാപിറ്റലിൽ എന്ന് പറയുന്നത് ഒരു പരിധി ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. നമ്പർ 2, സ്കിൽ. ഒരാൾക്ക് അയാളുടെ സ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. മൂന്നാമതായിട്ട് പറയുന്നതാണ് കൺട്രോളിംഗ്. ഒരു ബിസിനസ് ഓൺ ആൻഡ് കൺട്രോൾഡ് ബൈ സിംഗിൾ പേഴ്സൺ ഈസ് കോൾഡ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നുള്ളതാണ്. അതായത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരു ആൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അവസാനത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും റിസ്ക്. അതായത് സിംഗിൾ മാൻ ഓണർഷിപ്പ് ബിസിനസ് റിസ്ക് ഉണ്ടാവുകയാണ് എങ്കിൽ ആ റിസ്ക് വഹിക്കേണ്ടി വരുന്നത് ഒരാളാണ്. അയാൾക്ക് വഹിക്കാൻ കഴിയുന്ന റിസ്കിന് അതുപോലെ തന്നെ പരിധി ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതേ ലിമിറ്റേഷൻസ് തന്നെയാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്ത് അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്. ഹൗ ക്യാൻ വി ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്? സോ ഹിയർ യു ക്യാൻ സീ നൗ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 ഡിഫൈൻസ്. സോ ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ പാർട്ട്ണർഷിപ്പിന്റെ പാഠങ്ങളിലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് സെയിം ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് മാക്സിമം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നോക്കാം. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. അതായത് രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. സോ പാർട്ട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share profit of a business. അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു, ഒരു ധാരണ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? പ്രോഫിറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടി. അവിടെ വരാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ലോസ് ഷെയർ ചെയ്യുകയില്ലേ എന്നുള്ളതാണ്. ലോസും ഷെയർ ചെയ്യപ്പെടും, തുല്യ അനുപാതത്തിൽ ലാഭനഷ്ടങ്ങൾ വീതിക്കപ്പെടും. എവിടെ? പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ. ഓർത്തു വെക്കുക, who have agreed to share profit of a business carried on by all or any of them acting for all. അതായത്
എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ബിസിനസ്സിനെ പറയുന്ന പേരാണെന്ത്? പാർട്ട്ണർഷിപ്പ്. സോ ഡെഫിനിഷൻ എന്ന ഭാഗത്തിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. സെക്ഷൻ കൂടി അതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 defines this is partnership. Next topic is what are the characteristics features of partnership. ഒരു പാർട്ട്ണർഷിപ്പിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്ത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. അടുത്ത ടോപ്പിക്സ് ആയിട്ട് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർഷിപ്പിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. അതായത് 6 സവിശേഷതകളായിട്ട് പാർട്ട്ണർഷിപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത്രയും എളുപ്പത്തിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾക്ക് എഴുതാൻ വേണ്ടി കഴിയും. സോ നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്നുള്ളത്. 2 or more persons. ഒന്നാമത്തെ പാർട്ട്ണർഷിപ്പിന്റെ സവിശേഷതയായി പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons എന്നതാണ്. 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ്. പാർട്ട്ണർഷിപ്പ് ആക്ട് മാക്സിമം നമ്പറിനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. പക്ഷേ സെക്ഷൻ 464 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഓഫ് 2013 പ്രകാരം മാക്സിമം നമ്പർ എന്നത് 50 ആണ്. നമ്പർ 2, എഗ്രിമെന്റ്. ഏതൊരു പാർട്ട്ണർഷിപ്പും രൂപപ്പെടുന്നത് ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ്. എഗ്രിമെന്റ് എന്നത് 2 തരത്തിൽ ആകാം, ഓറൽ ഓർ റിട്ടൺ. The law does not make it compulsory to have a written agreement. But in order to avoid future conflicts and disputes, it's better to have a written agreement. അതായത് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ ഒരു റിട്ടൺ എഗ്രിമെന്റ് ആണ് നല്ലത്. So that written agreement is called partnership deed. So partnership deedനെ പറ്റി ഇനി വരാൻ പോകുന്ന ടോപ്പിക്സിൽ കൂടുതലായി നമ്മൾ പ്രതിപാദിക്കും. 3, പ്രോഫിറ്റ്. മറ്റ് ഏതൊരു ബിസിനസ്സിനെയും പോലെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയും മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. 12ാം ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, പ്രോഫിറ്റ് കൂടാതെ സർവൈവലും ഗ്രോത്തും പ്രൈം മോട്ടീവായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ ഒക്കെയും നിശ്ചിത അനുപാതത്തിൽ ഷെയർ ചെയ്യപ്പെടും. എന്തെങ്കിലും പ്രത്യേക പരിഗണന ഒരു പാർട്ട്ണർക്ക് ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രതിപാദിക്കും. റിലേഷൻഷിപ്പ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഏതൊരു പാർട്ട്ണറും പ്രിൻസിപ്പലായും അതുപോലെ തന്നെ ഏജന്റായും പ്രവർത്തിക്കേണ്ടതായി വരും. ബിസിനസ് carried on by all or any of them acting for all. എല്ലാവർക്കും വേണ്ടി അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ബിസിനസ്സിനെ പൊതുവെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് എ പാർട്ട്ണർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു പാർട്ട്ണർ ആണ് എങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞാൻ 6 പാർട്ട്നേഴ്സ് റൈറ്റ്സിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാനൊരു സെന്റൻസ് ഇവിടെ കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു. ഈ ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ വരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് വിത്ത് അതർ പാർട്ട്നേഴ്സ് ഇൻ എഗ്രീഡ് റേഷ്യോ. നിങ്ങൾ ഈ ഒരു സെന്റൻസ് കൂടെ അതിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് വിത്ത് അതർ പാർട്ട്നേഴ്സ് ഇൻ എഗ്രീഡ് റേഷ്യോ. അതുപോലെ അടുത്ത പോയിന്റ് നമുക്ക് അതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം, ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റും എവറി പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ്. ഈ രീതിയിൽ
ഇനി നമുക്ക് ഓരോ പോയിന്റുകളും എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ പങ്കാളിക്കും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു നിശ്ചിത അനുപാതത്തിൽ ലാഭനഷ്ടങ്ങൾ പങ്കിടാനുള്ള അവകാശമുണ്ട്. നമ്പർ 2, ഏതൊരു പാർട്ട്ണർക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന്റെ നടത്തിപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശം. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്ത് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഏതൊരു പാർട്ട്ണർക്കും തുല്യമായിരിക്കും. ഏതൊരു പാർട്ട്ണർക്കും പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പരിശോധിക്കാനും അതിന്റെ ഒരു കോപ്പി ഉറപ്പുവരുത്താനുമുള്ള അവകാശം ഉണ്ട് എന്നതാണ്. പുതിയ ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് നിരസിക്കാനുള്ള അവകാശം ഏതൊരു പാർട്ട്ണർക്കും തുല്യമായിരിക്കും. വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ, ഓൺലി എ പാർട്ട്ണർഷിപ്പ് ഫേം ക്യാൻ അഡ്മിറ്റ് എ ന്യൂ പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ആസ്തികളിൽ എല്ലാ പാർട്ട്ണർക്കും ഉള്ള അവകാശം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പാഠഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.